ചിന്തിക്കാറുണ്ട്, എന്തേ ഉസ്താദെ ആര് പാപം ചെയ്താലും അള്ളാഹു പുറത്തു കൊടുക്കും, അള്ളാഹു കരുണയുള്ളവനാണ്, അള്ളാഹു ദയാലുവാണ്, എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കുമല്ലോ, എന്തുകൊണ്ടാണ് ഇബ്ലീസിന് മാത്രം അള്ളാഹു പുറത്തു കൊടുക്കാത്തത്? ഒരു വലിയ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു ഇബ്ലീസിന് മാത്രം പുറത്തു കൊടുക്കാത്തത്? എടാ ചങ്ങാതി, നീ ഒരു തെറ്റ് ചെയ്താ നീ തെറ്റ് ചെയ്തെന്ന് അംഗീകരിച്ച അള്ളാഹ് നിനക്ക് പുറത്തു തരും. അവിടെയാണ് വിഷയം. ചില മഹാന്മാരില്ലേ, അവനറിയാം അവൻ ചെയ്യുന്ന തെറ്റാന്ന്, പക്ഷെ ന്യായീകരിച്ചുകൊണ്ട് നടക്കും. ഇബ്ലീസിനെ പറ്റി ഏറ്റവും വലിയ പിഴവ് ഇപ്പോഴും അവൻ അംഗീകരിക്കുന്നില്ല. അവൻ ചെയ്തത് തെറ്റാണെന്ന് അവൻ ഇന്ന് വരെ അംഗീകരിച്ചിട്ടില്ല. അംഗീകരിച്ചാലല്ലേ പശ്ചാത്തപിച്ച് മടങ്ങിയാലല്ല പുറത്തു കൊടുക്കൂ. ഇബ്ലീസിന്റെ അഹങ്കാരത്തെക്കുറിച്ച് പറയുന്നത് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ഒരിക്കൽ മലക്കുകൾ മുഴുവനും ഇബ്ലീസിനോട് പറഞ്ഞു, അള്ളാഹുവിനോട് ദുആ ചെയ്യ്, നമ്മളിൽ ഒരു ശപിക്കപ്പെട്ടവനുണ്ട്. ഇബ്ലീസിനെ ശപിക്കുന്നതിന് മുമ്പ് മലക്കുകൾ മുഴുവനും, അള്ളാഹുവിന്റെ മലക്കുകൾ മുഴുവനും ഇബ്ലീസിന്റെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, അള്ളാഹു പറയുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ശപിക്കപ്പെട്ട ഒരാളുണ്ട്, അത് നമ്മളാകാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ, അത് നമ്മളാകാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ. അവിടെ നിന്ന് ഇബ്ലീസിന്റെ അടുക്കൽ മലക്കുകൾ വന്ന് പറഞ്ഞു കൊടുത്തപ്പോ ഇബ്ലീസ് ദുആ ചെയ്തു, അള്ളാഹുവേ ആ ശപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇവരാരെയും നീ പെടുത്തല്ലേ തമ്പുരാനെ, കാരണം അവൻ വിചാരിച്ചു അവനായിരിക്കില്ല.